വിദേശ സംഭാവനകൾ സ്വീകരിക്കുന്നതിനുള്ള FCRA ചട്ടഭേദഗതിക്കെതിരായ പ്രമേയം പാസാക്കി നിയമസഭ. 111 അംഗങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചു, 2 പേർ പ്രതികൂലിച്ച് വോട്ട് ചെയ്തു. പ്രമേയത്തിൽ BJP MLA V മുരളീധരൻ അവതരിപ്പിച്ച ഭേദഗതി നിയമസഭ തള്ളി. FCRA ഭേദഗതി 2026 സുതാര്യതയ്ക്കും വിദേശ സംഭാവനകൾ ഫലപ്രദമായി വിനിയോഗിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനും വിദേശ സംഭാവനകൾ സ്വീകരിക്കുന്നതിനുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ കൂടുതൽ വ്യക്തമാക്കുന്നതിനും ലക്ഷ്യമിടുന്നു. ഇതാണ് എന്റെ ഭേദഗതി. രണ്ടാമത്തെ ഭേദഗതി, ഈ സ്വീകരിക്കുന്ന വിദേശ ഫണ്ടിന്റെ എന്ന് തുടങ്ങുന്ന 4ാമത്തെ ഖണ്ഡിക, അതിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഭേദഗതി, പ്രവർത്തനരഹിതമായ NGO-കൾ FCRA ലൈസൻസ് നിലനിർത്തുന്നതിന് 2 സാമ്പത്തിക വർഷങ്ങളിലായി വിദേശ സംഭാവനയായി ലഭിച്ച തുകയിൽ 10 ലക്ഷം രൂപയെങ്കിലും ചെലവഴിച്ചിരിക്കണം എന്ന മാനദണ്ഡം വിദേശ പണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ല എന്നുറപ്പാക്കും. 3ാമത്തെ ഭേദഗതി, മതപരിവർത്തന ശ്രമങ്ങൾ എന്ന് പറയുന്ന ഈ പ്രമേയത്തിന്റെ അവസാനത്തതിന്റെ തൊട്ടു മുമ്പത്തെ ഖണ്ഡികയാണ്. ആ ഖണ്ഡിക ഞാൻ ഭേദഗതി നിർദ്ദേശിക്കുന്നത് മതപരിവർത്തനം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളെ വ്യക്തമായി ഒഴിവാക്കിയതിലൂടെ ആദിവാസി പിന്നാക്ക വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു എന്നുറപ്പാക്കുന്നു. 4ാമത്തെ ഭേദഗതി ആയതിനാൽ പിൻവലിക്കണം എന്ന് പറയുന്ന ആ പ്രമേയത്തിലെ പരാമർശത്തിന് പകരം ഇന്ത്യൻ പാർലമെന്റ് ഭൂരിപക്ഷാഭിപ്രായ പ്രകാരം പാസാക്കിയ നിയമത്തിനെതിരെ ഒരു നിയമസഭ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് പ്രമേയം പാസാക്കുന്നത് രാജ്യത്തിന്റെ ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമാണ്. തദ്ദേശീയരുടെയും ആദിവാസികളുടെയും വിശ്വാസ രീതികൾ, ആചാരങ്ങൾ, ആരാധനാ സമ്പ്രദായങ്ങൾ എന്നിവയിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നു എന്ന് ആരോപിച്ച് സന്നദ്ധ സംഘടനകളുടെ ലൈസൻസ് റദ്ദാക്കുവാൻ വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടാവുന്നതാണ്. ഇത് പിന്നോക്ക ട്രൈബൽ മേഖലകളിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കുന്നതാണ്. ആയതിനാൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19, 25, 29 എന്നിവയിലെ വ്യവസ്ഥകൾ ലംഘിക്കുന്നതും ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായതും രാജ്യത്ത് മാതൃകാപരമായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സേവന സംഘടനകളുടെ പ്രവർത്തനത്തെ പ്രതിസന്ധിയിലാക്കുന്നതുമായ വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി നിർദ്ദേശവും ചട്ട ഭേദഗതിയും അടിയന്തരമായി പിൻവലിക്കണമെന്ന് ഈ സഭ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. അപർണയുണ്ട് വിവരങ്ങളുമായി. അപർണ, എന്നാലും FCRA ചട്ട ഭേദഗതിക്കെതിരായ